നമസ്കാരം. യോഗനാഥ് ന്യൂസിന്റെ അവതരിപ്പിച്ച ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ പല മാധ്യമങ്ങളും അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുഖ്യധാരയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ, ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും അദ്ദേഹത്തിനുള്ള സംശയങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും തറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ബാലഭാസ്കറിനെ കൊന്നത് തന്നെയാണ്. ആ കൊലപാതകത്തിൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ സ്വർണ്ണക്കടത്ത് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ അർജുനന് നല്ല പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ സഹായികളെ, അപ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് ഇനിയും ചെയ്യേണ്ടത്, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങൾ സാധാരണക്കാർക്കുണ്ടോ, അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ കുടുംബത്തിനുണ്ടോ, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളാണ് ഇനി ഉണ്ടാവേണ്ടത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട്, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ഒരു അന്വേഷണം ഇന്ന് വരെ നടന്നിട്ടില്ല. കുറച്ചു മുമ്പ് നമ്മൾ പ്രിയ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇതുവരെ തൃപ്തികരമായ ഒരു അന്വേഷണം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് അച്ഛൻ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് അന്വേഷണം നടത്തേണ്ടത്? ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും CBI ആണെങ്കിലും കൃത്യമായൊരു അന്വേഷണം നടത്തണം. അത് ആ അന്വേഷണത്തിൽ അവർക്ക്, അതായത് വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അന്വേഷണം നടത്തേണ്ടത്. അല്ല തോന്നുംപടി ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയല്ല അന്വേഷണ സംഘങ്ങൾ ചെയ്യേണ്ടത്. വീട്ടുകാരുടെ സംശയങ്ങളാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. എങ്ങനെ, എന്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാത്രി തന്നെ അവിടെ നിന്ന് തിരിക്കാനുള്ള നിർദ്ദേശം ആരുടേതായിരുന്നു? ഇതെല്ലാം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കറിയൂ. അതായത് ബാലഭാസ്കർ നിർബന്ധിച്ചിട്ടാണ് രാത്രി തന്നെ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചത്, തൃശ്ശൂരിൽ നിന്ന് തിരിച്ചത് എന്നതടക്കം മൊഴി പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രൈവർമാരും ഒക്കെയാണ്. ഈ കൂടെ സോബി ജോർജ് പറയുന്നതനുസരിച്ച് അവിടെ വെച്ച് സംഘർഷം ഉണ്ടായിട്ടുണ്ടോ, അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? അതായത് ആ പെട്രോൾ പമ്പിന്റെ മുന്നിൽ വെച്ച് അവിടെ ഒരു സംഘർഷം നടന്നു, വാഹനം ആക്രമിക്കപ്പെട്ടു, വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചു, ഇത് സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇല്ല തന്നെ. അവിടെ കണ്ടാൽ അറിയാവുന്നവരാണ് പലരും എന്ന് സോബി ജോർജ് പറയുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് സോബി ജോർജിനെ വിശദമായി മൊഴിയെടുപ്പ് നടത്തുന്നില്ല? സോബി ജോർജിനെ പലപ്പോഴും മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട്, സോബി ജോർജ് കാര്യം പറയുന്നുണ്ട്. ഈ മൊഴിയൊന്നും എവിടെയും രേഖപ്പെടുത്താതെ പോവുകയാണ് ചെയ്യുന്നത്. സോബി ജോർജ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അദ്ദേഹത്തെ ബ്രെയിൻ മാപ്പിംഗ് നടത്തുമ്പോൾ കൃത്യമായി ലൈവായി വേണം എന്ന് പറയുന്നു. അത് ലൈവായി ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ അന്വേഷണ സംഘം ഇതും തിരിമറി നടത്തും, അട്ടിമറിക്കും, ഈ മൊഴിയും അട്ടിമറിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സംശയം കലാഭവൻ സോബിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രെയിൻ മാപ്പിംഗ് ലൈവ് സ്ട്രീമിംഗ് പോലെ ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. കാര്യം എന്താ? അതിനൊരു തെളിവുണ്ടാകും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ ജനങ്ങളോട് തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അർജുനെ ഇതുവരെ, ഈ പിടിയിലാകുന്നവരെ അർജുൻ്റെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു? ഇല്ല. ഒരു നമ്പൂരി ചെക്കൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമല്ലാതെ ഈ അർജുൻ ഇതിനകത്ത് പിടിയിലാകുന്നവരെ എന്തെങ്കിലും തരത്തിൽ അർജുനെ സംശയിച്ചോ? അർജുൻ അവിടെ പോയിട്ട് ഈ അച്ഛനെതിരെ കേസ് കൊടുത്തില്ലേ? ഈ ഒരു ആക്സിഡന്റിൽ തനിക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരത്തിന് 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് കേസ് കൊടുത്തതല്ലേ? എന്നിട്ട് ആ കേസ് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പാവം ഇവിടുന്ന് തൃശ്ശൂർ വരെ കോടതി കയറി ഇറങ്ങിയാണ്. അപ്പം ബാലഭാസ്കറിനോട് ആത്മാർത്ഥതയില്ലാത്ത ഒരാളായിരുന്നു അർജുൻ എന്ന് വ്യക്തമായി കഴിഞ്ഞു. മൊഴികൾ പലതും മാറ്റമുണ്ട്. അതുകൊണ്ട് തൃപ്തികരമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. അർജുൻ മുൻപും പല കേസുകളിലും പ്രതിയാണ്. ATM കവർച്ച കേസുണ്ട്, വീടാക്രമിക്കൽ കേസുണ്ട്, അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ് അർജുൻ. ഈ അർജുനെയാണ് DYSP ഹരികൃഷ്ണൻ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചത്, അല്ലെ? ഒരു നമ്പൂരി ചെക്കൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത്രത്തോളം ക്രിമിനൽ വാസനയുള്ള ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ഈ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ തൻ്റെ ജീവന് ഒരു അല്പമെങ്കിലും ബാക്കി കിടന്നാൽ രക്ഷപ്പെടുത്തി എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ മുൻ സീറ്റിലിരുന്ന ഡ്രൈവർ മരിക്കാത്ത സാഹചര്യത്തിൽ, ഡ്രൈവറിന് മരണപ്പെടാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് പിൻ സീറ്റിൽ ഉണ്ടായിരുന്ന ബാലഭാസ്കർ മരിക്കുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. മുൻ സീറ്റിലിരുന്ന അർജുൻ മരിച്ചിട്ടില്ല, മുൻ സീറ്റിലുണ്ടായിരുന്ന ഭാര്യ ലക്ഷ്മി മരിച്ചിട്ടില്ല. പിൻ സീറ്റിലുണ്ടായിരുന്ന ഇദ്ദേഹം ബാലഭാസ്കർ എങ്ങനെ മരണപ്പെട്ടു? അപ്പോൾ അതിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ വാഹനം ഇടിച്ചതിൽ നിന്നുമുള്ള ഒരു ഇമ്പാക്റ്റിൽ നിന്ന് ഉണ്ടായ മരണമല്ല അത് എന്നൊരു പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഈ വീട്ടുകാരുടെ സംശയം മാറാത്തത്. ഇതിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല.
അർജുൻ പല ക്രിമിനൽ കേസിലും പ്രതിയാണ്. അപ്പോൾ അർജുനെ അല്ലെങ്കിൽ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഭാര്യ ലക്ഷ്മി ക്രിട്ടിക്കൽ അവസ്ഥ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ഒരാളല്ലേ, അപകടത്തിൽ പോകുന്നു. ആദ്യം പറഞ്ഞത് എന്താ? ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ബാലഭാസ്കർ കോ ഡ്രൈവർ സീറ്റിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അതായത് മുൻ സീറ്റിലാണ്, അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു ബാലഭാസ്കർ പിൻ സീറ്റിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നു. എങ്ങനെ? അതായത് കൊല്ലത്ത് ഇവർ ജ്യൂസ് കടയിൽ കയറിയ സമയത്ത് അവിടെ, പിന്നെ അത് ലക്ഷ്മിയുടെ മൊഴി വരുന്നതാണ്. ജ്യൂസ് കടയിൽ കയറുന്നു കൊല്ലത്ത്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ സത്യമായിരുന്നു. അവിടെ നിന്ന് എനിക്കൊന്ന് മയങ്ങണം എന്ന് പറഞ്ഞിട്ട് ബാലഭാസ്കർ പിൻ സീറ്റിലേക്ക് കയറുന്നു, മുന്നിലേക്ക് ലക്ഷ്മിയും വരുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ലക്ഷ്മിയുടെ മൊഴിയാണ്. അപ്പോൾ ഇങ്ങനെ മൊഴിയിൽ പലയിടത്തും ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളായിരുന്നു മൊഴിക്കകത്ത്. എന്നിട്ട് പോലും അന്വേഷണ സംഘത്തിന് യാതൊരു സംശയവും തോന്നിയില്ല എന്ന് വെച്ചാൽ കഷ്ടം തന്നെ. കഷ്ടം എന്ന് വെച്ചാൽ അതീവ കഷ്ടം തന്നെ. ഗുരുതരമായ പിശകാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. സംശയലേശമന്യേ പറയാൻ കഴിയും. ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെയോ അർജുൻ്റെ അറസ്റ്റ് വരെ കൊലപാതകമെന്ന, അപ്പോൾ ഈ പറയുന്ന അർജുൻ ഇപ്പോൾ അറസ്റ്റിലായതോടെ ഈ ബാലഭാസ്കറിൻ്റേത് കൊലപാതകമാണ് എന്ന സംശയം ബലപ്പെട്ടു വരികയാണ് എന്ന് അച്ഛൻ പറയുന്നു. അർജുൻ വെറുമൊരു ഡ്രൈവർ അല്ലെങ്കിൽ വെറുമൊരു പാവപ്പെട്ടവനായ നമ്പൂരി ചക്കനല്ല. ഇതിനു മുമ്പ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. ഈ ക്രിമിനൽ ഒരു പശ്ചാത്തലമുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഇവിടെ വെച്ച് പെരിന്തൽമണ്ണ വെച്ച് പിടിയിലാവുന്നത്, അവിടുത്തെ ഒരു സ്വർണ്ണ വ്യാപാരിയെ കവർ ചെയ്തതിൻ്റെ കീഴിൽ. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം അർജുനുണ്ട്. ഇതോടുകൂടി, ഈ അറസ്റ്റോടുകൂടി കൂടുതൽ ഇയാൾ ക്രിമിനൽ ആണ് എന്നുള്ള ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ദുസ്സൂചനകളുണ്ട്. പിന്നെയോ ഈ കേസ് അന്വേഷിച്ച് നീക്കി ആദ്യം 3 മാസം കോടതി അനുവദിച്ചു. കോടതിയിൽ വീണ്ടും ശുപാർശ ചെയ്തു ഞങ്ങൾക്ക് 3 മാസം കൂടി സമയം വേണം. അപ്പം വീണ്ടും അതിലേക്ക് നീങ്ങുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഈ പോകുന്ന CBI ഏതോ ചില സ്വാധീനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. അതായത് കേസിൽ അന്വേഷണത്തിൽ ആത്മാർത്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്നു. അന്വേഷിക്കുന്നതൊന്നും ശരിയാവുന്നില്ല. അന്വേഷണത്തിൽ എപ്പോഴും അവരുടെ ലക്ഷ്യം എന്താണ്? ഇതൊരു അപകടമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസ്ഥാന ക്രൈംബ്രാഞ്ചിനും അതിനകത്ത് ഇതുണ്ട്. പിന്നീട് വന്ന CBIക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ കേസിനെ പറഞ്ഞ് അന്വേഷിച്ച് വേണ്ട രീതിയിൽ മൊഴിയെടുപ്പ് നടക്കുന്നില്ല. അവിടെ വേണ്ട രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നില്ല. വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നു ആക്സിഡന്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം നിഗമനത്തിലെത്തുന്നു, ഇത് അപകടം തന്നെയാണ്, ബാലു മരിച്ചത് അപകടത്തെ തുടർന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. അല്ലാതെ കൃത്യമായൊരു അന്വേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച ചെയ്യുകയും ഇതിന് ഒരുപക്ഷെ ഈ ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് അല്ലെ മരണം ഇങ്ങനെ ആയിരുന്നു അല്ലെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു വലിയ രീതിയിലൊരു മുന്നേറ്റം തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും CBI ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും, ആ കുടുംബത്തെ പറ്റിച്ചുകൊണ്ടിരിക്കും. ആ പാവം പിടിച്ച മനുഷ്യന്, ആ ഒരു വലിയ കലാകാരൻ തന്നെ പറയേണ്ടി വരും. ആ ഒരു വലിയ കലാകാരന് നീതിയില്ലാതെ വരും. ഒരുപക്ഷെ ഈ അർജുൻ ഇപ്പോൾ അറസ്റ്റിലായതും ഇങ്ങനെ ഈ രീതിയിൽ വാർത്തകൾ വന്നതിൻ്റെയും ഒരുപക്ഷെ ഈ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ബാലു ഇഫക്റ്റ് ആയിരിക്കും, ബാലഭാസ്കറിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെ കൊണ്ടായിരിക്കും. അദ്ദേഹം ഒരിക്കലും നന്മ വിട്ടിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി തന്നെ കാണാം. ബാലഭാസ്കർ കാണിച്ചു തരികയാണ് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. ഒരുപക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം ഉദാത്തമായി കലയെ ഒരുപാട് സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ബാലഭാസ്കർ. ആ വിരൽത്തുമ്പുകൾ കൊണ്ട് സംഗീതത്തിൻ്റെ വിസ്മയമാണ് നമുക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു നേരും നിറയും സത്യവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സത്യത്തിൻ്റെ മഹത്വം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കല അദ്ദേഹത്തിന് ആ കലയെ അത്രത്തോളം അദ്ദേഹം ഉപാസിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറയാം, ഒരു ഗതി ഈ കേസിൽ ഉണ്ടായത് എന്ന് നമുക്ക് കരുതാം അർജുൻ്റെ അറസ്റ്റോടെ. ഇതിനെയെങ്കിലും ഒരു ഫലപ്രദമായി വിനിയോഗിക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് നമുക്കുള്ളത്.